പാലക്കാട്ടെ പരസ്യ വിമർശനങ്ങൾക്ക് പേര് പറയാതെ താക്കീതുമായി കെ സുരേന്ദ്രൻ. ചുരുക്കം ചിലർക്ക് സംഘടനയുടെ അച്ചടക്കം അറിയില്ല. മാധ്യമങ്ങളുമായിട്ടുള്ള ചിലരുടെ അനാവശ്യ ഇടപെടൽ സഹിച്ചു. അപ്പുറത്തേക്ക് പോകുന്ന ആർക്കും സ്ഥായിയായി നിലനിൽപ്പില്ലെന്നും തൃശൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. യുവാക്കൾക്കും മഹിളകൾക്കും മതന്യൂനപക്ഷങ്ങൾക്കും ഗണ്യമായി പരിഗണന നൽകിക്കൊണ്ടാണ് BJP ജില്ലാ പ്രസിഡന്റുമാരുടെ തെരഞ്ഞെടുപ്പ് നടത്തിയത്. ഞങ്ങൾ ഹിന്ദു പാർട്ടിയല്ല, സെക്യുലർ പാർട്ടിയാണ്. ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ട 3 പേർ ജില്ലാ പ്രസിഡന്റുമാരായിട്ടുണ്ട്. നേതൃത്വ നിരയിലേക്ക് സ്ത്രീകൾ കടന്നു വന്നു. ഞങ്ങൾക്ക് ലോവറേജ് ലിമിറ്റില്ല, അസ്വാരസ്യങ്ങളില്ല. പുതിയ പരിഷ്കാരത്തിൽ സ്ത്രീകൾക്ക് മതന്യൂനപക്ഷങ്ങൾക്ക് അവസരം കൊടുക്കുമ്പോൾ അസ്വാരസ്യങ്ങൾ ഉണ്ടാകും. പഴയ കാലഘട്ടമല്ല, പുതിയ കാലഘട്ടത്തിനനുസരിച്ച് ടാലന്റഡായിട്ടാണ് ചെറുപ്പക്കാരെ കൊണ്ടുവരുന്നത്. പ്രസിഡന്റുമാരുടെ തിരഞ്ഞെടുപ്പിൽ ഒരു അസ്വാരസ്യങ്ങളുമില്ല, എല്ലാം വെറും വാർത്ത മാത്രമാണെന്നും സുരേന്ദ്രൻ മാധ്യമങ്ങളോട് പറഞ്ഞു. എല്ലാം ചായക്കോപ്പയിലെ കൊടുക്കാറ്റാവുമെന്ന് ഞാൻ അപ്പോഴേ പറഞ്ഞിരുന്നു. BJP പുതിയ പരിഷ്കാരങ്ങൾ കൊണ്ടുവരുമ്പോൾ സ്ത്രീകൾക്ക്, യുവാക്കൾക്ക്, മതന്യൂനപക്ഷങ്ങൾക്കൊക്കെ കൂടുതൽ അവസരങ്ങൾ കൊടുക്കുമ്പോൾ ചെറിയ ചെറിയ അസ്വസ്ഥതകൾ ഉണ്ടാവും. അത് മറികടക്കാൻ ശേഷിയുള്ള, അതിനെ മാനേജ് ചെയ്യാൻ കഴിവുള്ള ഒരു മെക്കാനിസം ഉള്ള പാർട്ടിയാണ്. SC/ST വിഭാഗത്തിൽപ്പെട്ട 32 മണ്ഡല പ്രസിഡന്റ്, മറ്റ് സമുദായങ്ങളിലെ എല്ലാ വിഭാഗം ആളുകളെയും പ്രതികരിക്കുന്നു. ഞാൻ അതിൻ്റെ ബ്രേക്കപ്പ് നിങ്ങൾക്ക് തരാം. എങ്ങനെയാണ് BJP ഈ പ്രോസസ്സിലേക്ക് എത്തുന്നതെന്ന് വ്യക്തമായ ഉദ്ദേശത്തോടുകൂടി എല്ലാ ജനവിഭാഗങ്ങളെയും പാർട്ടിയിലേക്ക് ആകർഷിക്കുന്നതിന് വേണ്ടി അവരിൽ നിന്നുള്ള നല്ല നല്ല ആൾക്കാരെ സെലക്ട് ചെയ്ത് ആണ് ഈ മണ്ഡലം കമ്മിറ്റികളുടെ പ്രോസസ്.